ഗുജറാത്തിലെ വിമാന അപകടത്തിൽ മുഴുവൻ യാത്രക്കാരും മരിച്ചതായി അഹമ്മദാബാദ് പോലീസ്. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നതായി വിവരം. ഉച്ചയോടെ 242 പേരുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് പറന്നുയർന്നതിനു പിന്നാലെ അപകടത്തിൽപ്പെട്ടത്. 169 ഭാരതീയരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഷ്ട്രപതി ദ്രൗപദി മുർമു തുടങ്ങിയവരും, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോണ്ടർ ലെയ്ൻ, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. നന്ദഗോപനിലേക്ക് പോവുകയാണ്. നന്ദൻ, ഏറ്റവും ഒടുവിലായി അങ്ങേയറ്റം ദുഃഖകരമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ വിമാന ദുരന്തത്തിൽ എല്ലാ യാത്രക്കാരും മരിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രാഥമികമായി അപകട കാരണം എഞ്ചിൻ തകരാറ് എന്ന് ഉള്ള ചില നിഗമനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് പങ്കുവയ്ക്കാനുള്ളത് നന്ദൻ? VT-ANB എന്നുള്ള രജിസ്ട്രേഷനുള്ള എയർ ഇന്ത്യയുടെ AI-171 എന്നുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബോയിങ്ങിന്റെ 787 വിഭാഗത്തിലുള്ള ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 230 യാത്രക്കാരും 12 ക്രൂവുമായി ലണ്ടനിലേക്ക് പറന്നുയർന്നതായിരുന്നു ഈ വിമാനം. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും, അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. എന്താണ് അപകട കാരണം? ഇപ്പോൾ എഞ്ചിൻ തകരാറാണ് എന്നുള്ള പ്രാഥമിക സൂചനകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. അതാണോ ഇതിന് കാരണമെന്നുള്ളത് നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം പരിശോധിച്ചാൽ മാത്രമേ എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമാകൂ. അതേസമയം അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരം സൂചനകൾ വരുന്നത് ഇപ്പോൾ ഈ വിമാനത്തിന്റെ എഞ്ചിനുകൾ തകരാറായതിനെ തുടർന്നാണ് ഇത്തരം അപകടമുണ്ടായത് എന്നുള്ളതാണ്. ഒരു എഞ്ചിനാണോ തകരാറിലായത്, അതോ 2 എഞ്ചിൻ തകരാറിലായതോ ആണോ എന്നുള്ളതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിമാനത്തിന് 2 എഞ്ചിനുള്ള ഒരു ജെറ്റ് വിഭാഗത്തിലുള്ള വിമാനമാണ്. സാധാരണഗതിയിൽ ഒരു എഞ്ചിൻ തകരാറിലായാൽ ഒരു എഞ്ചിൻ കൊണ്ട് അല്പമെങ്കിലും ഈ വിമാനം മുന്നോട്ട് നീക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, പറന്നുയർന്ന് ഏതാണ്ട് 625 അടിയിലേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിമാനം താഴേക്ക് വരുന്നു. താഴേക്ക് വന്ന് ആദ്യം BJ മെഡിക്കൽ കോളേജിന്റെ UG ഹോസ്റ്റലിലാണ് ഇത് പതിക്കുന്നത്. തുടർന്ന് അവിടെ വലിയ ഒരു ശബ്ദത്തോടു കൂടിയുള്ള വലിയൊരു എക്സ്പ്ലോഷൻ, വലിയ ഒരു സ്ഫോടനമുണ്ടായി എന്നുള്ളതാണ്. ആ സ്ഫോടനത്തിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിസര പ്രദേശങ്ങളാകെ തന്നെ ചിന്നിച്ചിതറുകയുണ്ടായി. പരിസരത്തെ റോഡുകളിൽ പോലും അവശിഷ്ടങ്ങൾ വീണ് കത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നിരവധി ഈ ദുരന്തം ഇരട്ടി ദുരന്തമാക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ ആഘാതം ഇരട്ടിയാകാൻ കാരണം അതുകൂടിയാണ്. ജനവാസ മേഖലയിലാണ് ഈ വിമാനം പതിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, എയർപോർട്ടിന്റെ സമീപ പ്രദേശത്തിൽ ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിലാണ് ഈ വിമാനം പതിച്ചിരിക്കുന്നത്. അതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രമാത്രം വർദ്ധിക്കുവാൻ ഇടയാക്കിയത്. ഈ സമയം അവിടെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികൾ ഉള്ളപ്പോഴാണ് ഈ വിമാനം ആ ഹോസ്റ്റലിന് മുകളിൽ പതിച്ചത്. ഏതാണ്ട് 60ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് BJ മെഡിക്കൽ കോളേജ് അധികൃതർ പ്രാഥമികമായി നൽകുന്ന വിവരം. ഇതിൽ ഏതാണ്ട് 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഏതാണ്ട് 6 വിദ്യാർത്ഥികൾ ICUവിൽ ചികിത്സയിൽ, ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതേസമയം 242 പേർ, ഈ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും, യാത്രക്കാരും ക്രൂവും പൈലറ്റും അടക്കമുള്ള മുഴുവൻ ആൾക്കാരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഈ ഭാരതത്തിന്റെ ഈ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ സമീപകാലത്തുണ്ടായ വ്യോമയാന അപകടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വ്യോമയാന അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തമാണ് അഹമ്മദാബാദിൽ ഉണ്ടായത്. എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണിരിക്കുന്നു. നവജാത ശിശുക്കളടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കണക്കുകൾ പുറത്തു വരുന്നത് പ്രകാരം 169 ഭാരതീയരുണ്ടായിരുന്നു, 52 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു കനേഡിയൻ ഉണ്ടായിരുന്നു, 7 പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, 2 നവജാത ശിശുക്കളടക്കം ഏതാണ്ട് 11ഓളം കുട്ടികളും ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു മലയാളി അടക്കമാണ് കൊല്ലപ്പെട്ടത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ലണ്ടനിലേക്ക് ഇന്ത്യയിൽ നിന്നും സർവീസുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഡൽഹി, അതേപോലെ തന്നെ മുംബൈ, ഒപ്പം തന്നെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലെത്തിയാണ് കൂടുതലും ആൾക്കാർ ഈ ലണ്ടനിലേക്കും മറ്റും വിമാനം കയറുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ട ഉൾപ്പെട്ട ആൾക്കാരാണ് ഈ 169 പേർ എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ
വിമാനത്തിന്റെ പൈലറ്റുമാർ 2 പൈലറ്റുമാർ അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരാണ്. ഏതാണ്ട് 2100ഓളം മണിക്കൂർ ഡ്രീം ലൈനർ 787 വിമാനം പറത്തി മണിക്കൂറുകൾ പരിചയമുള്ള ക്യാപ്റ്റൻ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഫസ്റ്റ് ഓഫീസർക്ക് ഏതാണ്ട് 1200 മണിക്കൂറിലധികം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ഫസ്റ്റ് ഓഫീസറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ പ്രാഥമികമായും വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറ് ഉണ്ടായിരുന്നെങ്കിൽ അത് ടേക്ക് ഓഫിന് മുമ്പ് അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ വിമാനം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പരിശോധിച്ചപ്പോൾ അത്തരം പരിശോധനകൾ അത് പ്രൊസീജിയറിന്റെ ഭാഗമാണ്. അത്തരം പരിശോധനകൾ എല്ലാ വിമാന യാത്രകൾക്ക് മുമ്പും ഉണ്ടാകാറുണ്ട്. അത്തരം പരിശോധനകൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ യാത്ര അത് റദ്ദാക്കുമായിരുന്നു, ഈ സർവീസ് റദ്ദാക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ ടെക്നിക്കൽ എക്സ്പെർട്ട്, എയർ ഇന്ത്യയുടെ ടെക്നിക്കൽ എക്സ്പെർട്ട് പരിശോധിച്ച് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമായി അതിന് ATCയിൽ നിന്നും അനുമതി ലഭിച്ചതിന് ശേഷമാണ് അത് പറന്നുയർന്നത്. അതിനുശേഷം പറന്നുയർന്ന ഏതാനും സെക്കൻഡുകൾക്കകം തന്നെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. ATCയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അവസാനമായി മെയ്ഡേ കോൾ ഈ എയർക്രാഫ്റ്റിൽ നിന്ന് ലഭിച്ചിരുന്നു. മെയ്ഡേ കോൾ എന്നുള്ളത് ഇത്തരം അടിയന്തര സാഹചര്യത്തിൽ, അതായത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് നൽകുന്ന സന്ദേശമാണ് മെയ്ഡേ കോൾ. അങ്ങനെ മെയ്ഡേ കോൾ, മെയ്ഡേ എന്നുള്ള മെയ്ഡേ കോൾ ATCയിലേക്ക് ലഭിക്കുന്നു. ATC തിരിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഈ അപകടം ഉണ്ടാകുന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായതെങ്കിൽ സുരക്ഷിതമായ ഒരു പക്ഷേ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾത്തിരക്ക് ഒഴിഞ്ഞ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകാനോ പൈലറ്റുമാർക്ക് സാധിച്ചേനെ. ഇത്തരം അപകടങ്ങൾ, കൂടുതൽ ഉയരങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനവാസമില്ലാത്ത മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് പതിവ്. അല്ലെങ്കിൽ കടലിന് സമീപത്തേക്കോ അല്ലെങ്കിൽ മറ്റ് ജലസ്രോതസ്സുകളിലേക്കോ വിമാനം ഇടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനേക്കാൾ പരിക്ക് കുറവാകും. ആൾക്കാർ, അതിലുണ്ടായിരുന്ന യാത്രക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യതകളും വിമാനത്തിന് കൂടുതൽ പരിക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അത്തരം ഘട്ടത്തിൽ. പക്ഷേ ഇത് പറന്നുയർന്ന ഉടനെ തന്നെയാണ് ഇത്തരം അപകടം ഉണ്ടായത്. ഒരു തരത്തിലും പൈലറ്റുമാർക്ക് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനോ അത് സുരക്ഷിതമായി ജനവാസ മേഖല അല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിച്ച് ലാൻഡിംഗ് അല്ലെങ്കിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുവാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ അടുത്ത് തന്നെ, ഏതാണ്ട് 625 അടിയിൽ തന്നെ ഇത്തരം സംഭവം ഉണ്ടായി. പെട്ടെന്ന് തന്നെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു.